ഹലോ. ഹലോ ഹലോ ആ ജിത്തിനല്ലേ? ഇതാരാ? അത് ഞാൻ ഒരു പ്രമോദ് എന്ന് പറഞ്ഞ ഒരാള് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു. ആ അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് ഈ പ്രമോദ് നിങ്ങളുടെ ആരാ? എൻ്റെ ഭർത്താവാ. ഓക്കെ. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ റേറ്റും പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് അഡ്വാൻസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അത് അയച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങളെ കാര്യം ഞാൻ അത്ര സീരിയസ് ആക്കി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ദിവസം ഏതാ ഇത് ഏത് ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾ അന്ന് വിളിച്ചില്ല. പിന്നെ അതാ പിന്നെ ഞാൻ പിന്നെ അത് കാര്യത്തിലെടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസത്തേക്കായിരുന്നു വേണ്ടത്? ബുധനാഴ്ചത്തേക്കാണ് ചോദിക്കാനിരുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻസിൻ്റെതെല്ലാം ആയിട്ട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അതാ പിന്നെ ഞാനൊന്നും ചോദിക്കാൻ. എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട, അഡ്വാൻസിൻ്റെ എല്ലാം ഏട്ടൻ തന്നെ ചോദിച്ചോളൂ എന്നാ പറഞ്ഞത്. പിന്നെ എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് എങ്ങനെയാ കാര്യങ്ങൾ എന്നെല്ലാം സംസാരിക്കാൻ പറഞ്ഞു. അതെ, ഞാനത് ഏത് ദിവസമാണ് വേണ്ടത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ബുധനാഴ്ചക്ക്. ബുധനാഴ്ച നിങ്ങൾ അന്ന് വിളിക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബുധനാഴ്ച ഇനി വെള്ളിയാഴ്ചത്തേക്ക് പറ്റുമോ? നിങ്ങളെ ഇതുപോലെ വെള്ളിയാഴ്ച ആണെങ്കിലും കുഴപ്പമില്ല. ബുധനാഴ്ച വരാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. നിങ്ങളെ സമയം നോക്കിയിട്ട് എപ്പോഴാ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ ബുധനാഴ്ചത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ഓൾറെഡി ഒരു പാർട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പിൾസാണ് അവർ. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അവർ വന്നില്ലെങ്കിൽ അവരുടെ കാര്യവും ഇതേപോലെ തന്നെ ഉറപ്പായില്ല. എനിക്ക് അഡ്വാൻസ് കയ്യിൽ കിട്ടിയാലേ ഞാനത് ഉറപ്പിക്കാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾ വരാമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ അന്നത്തെ ദിവസം വിളിച്ചില്ലെങ്കിൽ ഞാനത് സീരിയസ് ആക്കി എടുക്കില്ല. അപ്പോൾ നിങ്ങൾ വരില്ല എന്ന് വെച്ച് ഞാൻ വിട്ട്. വരാമെന്ന് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ആ ബുധനാഴ്ചത്തെ അവരെ ഒഴിവാക്കേണ്ടി വരും. ലാസ്റ്റ് ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ ബുധനാഴ്ചത്തെ ഉള്ളത്. ബുധനാഴ്ചത്തെ ഇപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞുകൊണ്ട് അവർ അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തേക്ക് നമുക്ക് ഫിക്സ് ആക്കാം. അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ഞാൻ ബുധനാഴ്ചത്തേക്ക് സെറ്റ് ആക്കാം. നിങ്ങൾ പറ്റുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഈ നമ്പർ ഒന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെക്കോ. ഈ നമ്പർ ഞാൻ സേവ് ചെയ്യാം. നിങ്ങൾ ഈ നമ്പറിലേക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ, കാണാൻ വേണ്ടിയിട്ട്? ഫോട്ടോ എൻ്റെ വാട്സപ്പിൽ ഫോട്ടോ ഉണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ വേറെ രണ്ട് മൂന്ന് ഞാൻ അയച്ചിടാം. കൂട്ടത്തിൽ നിങ്ങളെയും കൂടി ഒന്ന് അയക്കുമോ? ജസ്റ്റ് ഒന്ന് കാണാൻ എങ്ങനെയാണ് ആളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അയച്ചു കാണാൻ തരാം. എൻ്റെ പറ്റാൻ അതിന് ഈ വേണ്ടിയിട്ട് നമ്പറിലേക്ക് അയക്കാം. ഇതിലേക്ക് അയച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഒരു ഏജ് പറഞ്ഞത് അത്രയുണ്ട് എനിക്ക് എനിക്ക് ഓർമ്മയില്ല. 35 വയസ്സായി. 35 അല്ലേ? നിങ്ങൾക്ക് ചെറിയ ഏജാന്ന് പറഞ്ഞിനി, എന്നാലും എത്രയാ? എനിക്ക് 24 24ആണ്. ഇതിപ്പോ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്തെങ്കിലും എടുക്കുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈം, അതുകൊണ്ട് അങ്ങനെ വരുമ്പം ഇന്നത് എടുക്കുമെന്നൊന്നുമില്ല. വേണ്ട സേഫ്റ്റി കാര്യങ്ങൾ ഞാൻ എടുത്തോളും. അതിനെ പറ്റിയൊന്നും വേറെ ഇതൊന്നുമില്ല. പിന്നെ സ്റ്റേൻ്റെ കാര്യമാണെങ്കിൽ അതും ഞാൻ സെറ്റ് ആയിക്കോളും. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയാണെങ്കിൽ അവിടെ ഓക്കെ, വേറെ സീനില്ല. പിന്നെ അതെല്ലാം നിങ്ങളെ വീട്ടിലേക്കാണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. നിങ്ങൾക്ക് അങ്ങനെ ഇല്ല, എന്തും ഉണ്ടോ? വീട്ടിലേക്ക് പറ്റില്ല. ഞാൻ ഭർത്താവിന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഇവിടെ എൻ്റെ അമ്മയുണ്ട്, ഭർത്താവിന്റെ അമ്മ. അതുകൊണ്ട് ഏട്ടൻ ഇങ്ങോട്ടേക്ക് വരണ്ട, പുറത്തേക്ക് പോയിക്കോന്നാ പറഞ്ഞത്. എനിക്ക് ഈ റൂമിനെ പറ്റിയൊന്നും അത്ര വലിയ അറിയില്ല. അതൊക്കെ നിങ്ങൾ തന്നെ നോക്കി ചെയ്താൽ അങ്ങനെയാണെങ്കിൽ മതി.
ഞാൻ നോക്കി ചെയ്തോളൂ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പിക്ക് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ വരുമോ? ഞാൻ ഏതെങ്കിലും നിങ്ങൾക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പം കുറച്ച് ദൂരെയായിരിക്കും ഉണ്ടാവുക. എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ നാട്ടിൽ വേണ്ട, അതായത് നിങ്ങളുടെ ആ ചുറ്റുവട്ടത്ത് എവിടെയും വേണ്ട, കുറച്ചൊന്ന് ദൂരെ എവിടത്തേക്കൊന്ന് പിടിച്ചോന്നാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരുമോ അല്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് വരണോ, എങ്ങനെയാണ്? എനിക്ക് 2 വീലറാ ഉള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾ എവിടെയാ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടത്തേക്ക് വരാം. പറ്റുമെങ്കിൽ നിങ്ങൾ കാർ എടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാർ ഉണ്ടെങ്കിൽ അതാവുമ്പോ ഇവിടെ ആരും കാണണ്ടാന്ന് വെച്ചിട്ടാ. എവിടെ വരേണ്ടതെന്ന് വെച്ചാൽ അവിടെ വരെ എൻ്റെ വണ്ടിയിൽ വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ അയച്ചാൽ മതി, എവിടെയാണ് ഞാൻ വരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. പിന്നെ വേറെ എന്തെങ്കിലും? വേറെ വേറെ ഇതില്ലേ, ഫസ്റ്റ് ടൈം ആയോണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഒരു ഇതേ ഉള്ളൂ. ഒരിക്കലും എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഈ ഒരു എൻ്റെ നമ്പറിലേക്ക് എന്തെങ്കിലും മെസ്സേജ് ഇട്ടോ. ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ഓക്കെയാണ്. അല്ല, നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു ടെൻഷനും അടിക്കണ്ട. സംഭവം ഞാൻ നോക്കിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ജസ്റ്റ് എന്നോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെ, തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ, എങ്ങനെ ബോഡി ടൈപ്പ്? ഞാൻ കുറച്ച് തടിച്ചിട്ടാണ്. എന്തും കുഴപ്പമുണ്ടോ അങ്ങനെയാ? അയ്യോ, അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരു ഇതിൽ ചോദിച്ചല്ല. എങ്ങനെ ഓവറായിട്ടാണോ, ഓവർ തടിയാണോ, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ആണോ, അല്ലെങ്കിൽ മെലിഞ്ഞതാണോ നോക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. പിന്നെ വേറെ എന്തെങ്കിലും? വേറെന്താ? വേറെ അങ്ങനെ വേറൊന്നും പ്രത്യേകിച്ച് ചോദിക്കാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കട്ടെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ അതിനൊന്നും യാതൊരു മടിയുമില്ല. ഒന്നും വേണ്ട, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തേലും. അങ്ങനെ ചോദിക്കാന്ന് പറയുമ്പോ ഇപ്പൊ കൊറേ ഡൗട്ട് ഉണ്ടാവും ചോദിക്കാന്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക, അഥവാ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല വാട്സപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെന്ന് വിളിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേച്ചീന്ന് വിളിച്ചോട്ടെ, ഇല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. വിളിച്ചു. അപ്പോൾ ചേച്ചിയുടെ പേരെന്താ? രമ്യ. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അതത്ര ചെവിയിൽ അങ്ങനെയൊക്കെ അങ്ങ് തലയിൽ കയറത്തില്ല പെട്ടെന്ന്. അപ്പോൾ ചേച്ചി, രമ്യ ചേച്ചി, അപ്പോൾ എന്താ പറയാൻ വന്നേ, മറന്നുപോയി ഒന്ന്. പിന്നെ നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഇതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ? അല്ല, എനിക്ക് ഇത് ഞാൻ സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. എനിക്ക് വേറെ വർക്കുണ്ട്. ഞാൻ ഒരു ഫാർമസിയിൽ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത്, അല്ലെ ഹൗസ് വൈഫാണോ, എന്താണ്? ഞാൻ ഹൗസ് വൈഫാണ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഗൾഫിലാണ്? അതെ അതെ, ഹസ്ബൻഡ് ഗൾഫിലാണ്. പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു എന്നോട്. അല്ല, ഒരാൾ മതിയോ, ഇല്ലേ വേറെ ഒരാളെ കൂട്ടുമോ, അങ്ങനെ ഇല്ല, ഒരാള് എന്തെങ്കിലും ആണോ? മതി. അത് ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു, ഒരാള് മതി. അല്ല, ജസ്റ്റ് നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ട് എന്നോട് ഇതാക്കാനും പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞ, അതാ ഞാൻ മനസ്സിലായി. ചോദിച്ചത്. ഒരാള് മതി എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേച്ചി എങ്ങനെ, ചേച്ചിക്ക് എത്ര മക്കളാ? എനിക്ക് കുട്ടികളില്ല, കുട്ടികളായിട്ടില്ല. സോറി, ഞാൻ ഇത്രയും 35 വയസ്സ് എന്നെല്ലാം കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു. ചേട്ടൻ ലീവിൽ അങ്ങനെ വരില്ല നാട്ടില്. കൊറേ കഴിഞ്ഞിട്ട് വരുള്ളൂ. അങ്ങനെ 1 കൊല്ലോ 2 കൊല്ലത്തെ ലീവിനൊന്നും അങ്ങനെ വരുന്ന ആളല്ല. അധികവും ഗൾഫിൽ തന്നെയാണ് ഉണ്ടാവുക. മനസ്സിലായി. അത് പുള്ളിക്കാരൊക്കെ ചെറിയൊരു സൂചന എനിക്ക് തന്നായിരുന്നു അതിനെപ്പറ്റി. അതെ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒന്നുമില്ലല്ലേ? വേറെ ഡൗട്ട്സും കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇടുവോ അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. വിളിച്ചോ, കുഴപ്പമില്ല. പിന്നെ ഞാനൊരു കാര്യം, അങ്ങോട്ടേക്ക് പറഞ്ഞ എന്താ പറഞ്ഞു?
ചേച്ചി സാരി ഉടുക്കാറുണ്ടോ? ഉടുക്കാറുണ്ട്. വരുമ്പോ ഉള്ള ഡ്രസ്സിങ് അല്ലേ, അത് നിങ്ങൾക്ക് എന്നാ താല്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു 35 പറയുമ്പോൾ ഒരു ആൻറ്റി അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ അവർ സാരിയിൽ വരുമ്പോൾ അതിൻ്റെ ആ ഒരു നമുക്കൊരു മനസ്സിലാവുമല്ലോ, ഒരു ഇത് കിട്ടും. ഞാൻ ജസ്റ്റ് തമാശക്ക് പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടം. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ സാരി ഉടുക്കാറുണ്ട്. ഡെയിലി പോകുമ്പോൾ ചുരിദാറാണ് ഇടുന്നത്, എന്നാലും സാരി ഉടുക്കാറുണ്ട്. അതെ അല്ലേ, അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ളൂ. അതൊക്കെ അപ്പോൾ ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? ഇല്ല വേറെ ഒന്നും. ബാക്കി ഞാൻ ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസം ഒഴിവ് നോക്കിയിട്ട് ഞാൻ പറയാം. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമല്ലേ, ഞാൻ കോൾ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ ശരി. ഓക്കെ ചേച്ചി.